നമസ്കാരം. സഹറൈസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. PSC ഡിഗ്രി ലെവൽ എക്സാംസിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫോർമേഷൻ ഓഫ് INC എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നമ്മൾ കുറഞ്ഞൊരു 2-3 ക്ലാസ്സുകളായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് നിങ്ങൾക്കറിയാം, INCയിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് സെക്ഷനും ഈവൻസും എന്ന് പറയുന്നൊരു ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ 1920 വരെയുള്ള സെക്ഷൻസും അതിനിടയിൽ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളും നമ്മൾ INCയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ ക്ലാസ് വരുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ ഒരു രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലേ പറഞ്ഞതാണ്. നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സെക്ഷൻസ് കഴിയുമ്പോൾ ഇത് അങ്ങോട്ടും നിങ്ങൾക്ക് മാറിപ്പോവും. സോ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നല്ല കെയർഫുള്ളായിട്ട് ക്ലാസ്സിലിരിക്കുക. അപ്പോൾ നമ്മൾ നേരെ ആ ക്ലാസ്സിലേക്ക് പോവുകയാണ്. നോക്കിക്കൊള്ളുക. അടുത്തത് 1921 INC സെക്ഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1921 INC സെക്ഷൻ നടക്കുന്നത് അഹമ്മദാബാദിലാണ്. ഈ സെക്ഷൻ്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് CR ദാസ്. CR ദാസ് ആണ് 1821 അഹമ്മദാബാദ് സെക്ഷനിലെ INC പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ: CR ദാസ് വാസ് elected president, but since he was in jail, Hakim Ajmal Khan became the acting president. CR ദാസിനെ എല്ലാവരും കൂടി ചേർന്നിട്ട് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. പക്ഷേ ആ സമയത്ത് അദ്ദേഹം എന്താക്കപ്പെടുന്നു? അദ്ദേഹം ജയിലിലാക്കപ്പെടുന്നു. അങ്ങനെ CR ദാസ് ജയിലിലാക്കപ്പെട്ടതിനെ തുടർന്ന് ഹക്കിം അജ്മൽ ഖാൻ ബിക്കം ദ ആക്ടിംഗ് പ്രസിഡന്റ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. INCയുടെ ആദ്യ ആക്ടിംഗ് പ്രസിഡന്റ് ഹക്കിം അജ്മൽ ഖാൻ ആണെന്ന്. അപ്പോൾ എങ്ങനെയാണ് INCക്ക് ഒരു ആക്ടിംഗ് പ്രസിഡന്റ് ഉണ്ടായത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഹക്കിം അജ്മൽ ഖാൻ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആയത് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 1921 അഹമ്മദാബാദ് സെക്ഷനിലെ CR ദാസ് INC പ്രസിഡന്റ് ആകുന്നു. അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കപ്പെടുന്നു. അങ്ങനെ പ്രസിഡന്റായ CR ദാസ് ജയിലിലകപ്പെട്ടതിനെ തുടർന്ന് ഹക്കിം അജ്മൽ ഖാൻ എന്ന് പറയുന്ന വ്യക്തിയെ INCയുടെ ആക്ടിംഗ് പ്രസിഡന്റായി നിയമിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് 21 സംഭവിക്കുന്നത്. അടുത്ത സെക്ഷനിലേക്ക് പോകുന്നു. 22 ഗയാ സമ്മേളനം. 1922 ഗയാ സമ്മേളനം. അതിൻ്റെ പ്രസിഡന്റുമാർ തന്നെയാണ് CR ദാസ് തന്നെയാണ് 1922 ഗയാ സമ്മേളനത്തിൻ്റെയും പ്രസിഡന്റായിട്ട് വരുന്നത്. അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്, ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഫോം സ്വരാജ് പാർട്ടി in protest against INC's decision to withdraw non-corporation movement. കഴിഞ്ഞ ക്ലാസ് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു INCയുടെ ഏത് സെക്ഷനാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് വേണമെന്ന ആശയത്തെ പിന്തുണച്ചത്, അതിന് വേണ്ടിയിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയത് എന്നൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെ നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ്, നിസ്സഹകരണ പ്രസ്ഥാനം ഇവിടെ നടത്തപ്പെടുന്നു. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തെ INC എന്ത് ചെയ്യാൻ തീരുമാനിക്കുന്നു? വിഡ്രോ ചെയ്യാൻ തീരുമാനിക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ വേണ്ടി INC തീരുമാനിക്കുന്നു. ശ്രദ്ധിച്ചോണേ. അങ്ങനെ INC നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിച്ചതിനെ തുടർന്ന് അതിനൊരു പ്രൊട്ടസ്റ്റ് എന്ന രീതിയിൽ സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെടുന്ന സമ്മേളനമാണ് 22 ഗയാ സമ്മേളനം. അതിൻ്റെ പ്രസിഡന്റായിരുന്നു CR ദാസ്. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു ഫോം സ്വരാജ് പാർട്ടി in protest against INC's decision to withdraw non-corporation movement. INC non-corporation movement വിഡ്രോ ചെയ്യാൻ തീരുമാനിക്കുന്നതിനെതിരെയുള്ളൊരു പ്രൊട്ടസ്റ്റായിട്ട് സ്വരാജ് പാർട്ടി രൂപീകരിക്കണം എന്ന ആശയം ഉയർന്നു വന്നത് ഗയാ സമ്മേളനത്തിലാണ്. ഓക്കെ, INC എന്ത് ചെയ്യുന്നു? നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് പിൻവലിക്കുന്നു. അതിനെ തുടർന്നിട്ട് ഒരു വിഭാഗം ആളുകൾക്ക് ചേർന്നിട്ട് സ്വരാജ് പാർട്ടി ഫോം ചെയ്യണം എന്നൊരാശയം ഉണ്ടായി വന്നത് 22 ഗയാ സെക്ഷനിലാണ്. ദോസ് ഹു അഡ്വൈസ്ഡ് ടു ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോൺഗ്രസ് പോളിസീസ് പ്രോഗ്രാം ഡിസൈഡഡ് ടു ഫോം സ്വരാജ് പാർട്ടി. ദോസ് ഹു അഡ്വക്കേറ്റഡ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോൺഗ്രസ് പോളിസീസ്, കോൺഗ്രസിന്റെ നയങ്ങൾ തൃപ്തമല്ല എന്ന് വാദിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്നിട്ട് എന്ത് ചെയ്തു? സ്വരാജ് പാർട്ടി ഫോം ചെയ്തു. അത് നടക്കുന്നത് ഈ 1922 ദോസ് ഹു അഡ്വക്കേറ്റഡ് ഫോർ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കോൺഗ്രസ് പോളിസീസ്, കോൺഗ്രസിൻ്റെ പോളിസികളിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവണം, ഒരു പരിഷ്കരണം ഉണ്ടാവണം. ഇങ്ങനെ പോയാൽ പോരാ, കോൺഗ്രസ് ചെയ്യുന്ന പല നയപരിപാടികളും ശരിയല്ല, ഇത് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് വാദിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 22 ഗയാ സമ്മേളനത്തിലാണ്. അതിൻ്റെ പ്രസിഡന്റായിരുന്നു CR ദാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ കോൺഗ്രസിൻ്റെ പോളിസിസ് ശരിയല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്? അവരെന്തിന് തയ്യാറായി?
INC decision to withdraw നോൺ കോർപ്പറേഷൻ മൂവ്മെൻറ്റ് വിഡ്രോ ചെയ്യാൻ INC തയ്യാറായതാണ് ഇങ്ങനെ ഒരു ഡിസിഷൻ ഉണ്ടാവാനായിട്ട് കാരണമായത്. ഓക്കെ, ക്ലിയർ ആയോ? സംഭവങ്ങൾ ക്ലിയർ ആയോ? അടുത്ത് നമ്മൾ പോകുന്നു 1923 കാക്കിനഡ സെക്ഷൻ ആന്ധ്രാപ്രദേശ്. 1923 കാക്കിനഡ സെക്ഷന്റെ പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലിയാണ്. 1923 കാക്കിനഡ സെക്ഷന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലിയാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എ റെസൊല്യൂഷൻ വാസ് പ്രസന്റഡ് അറ്റ് ദ ഇൻസ്റ്റിഗേഷൻ ഓഫ് TK മാധവൻ ഫോർ അൺടച്ചബിലിറ്റി. എ റെസൊല്യൂഷൻ വാസ് പാസ്ഡ്, ഒരു പ്രമേയം പാസ്സാക്കപ്പെട്ടു അറ്റ് ദ ഇൻസ്റ്റിഗേഷൻ ഓഫ് TK മാധവന്റെ പ്രേരണയാൽ ഒരു പ്രമേയം പാസ്സാക്കപ്പെട്ടു ഫോർ അൺടച്ചബിലിറ്റിക്കെതിരായി, അയിത്തത്തിനെതിരായിട്ട് ഒരു പ്രമേയം പാസ്സാക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനമാണ് 23 കാക്കിനഡ സമ്മേളനം. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. 1923 കാക്കിനഡ സെക്ഷന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? എ റെസൊല്യൂഷൻ വാസ് പ്രസന്റഡ് അറ്റ് ദ ഇൻസ്റ്റിഗേഷൻ ഓഫ് TK മാധവൻ ഫോർ അൺടച്ചബിലിറ്റീസ്. അയിത്തത്തിനെതിരായിട്ട് TK മാധവന്റെ പ്രേരണയാൽ ഒരു പ്രമേയം പാസ്സാക്കപ്പെട്ടത് 23 കാക്കിനഡ സെക്ഷനിലാണ്. 23 വീണ്ടും ഒരു സെക്ഷൻ നടക്കുന്നു, ഡൽഹി സ്പെഷ്യൽ സെക്ഷൻ. ഈ സെക്ഷന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പഠിച്ചു. എന്താണ്? യങ്ങസ്റ്റ് പേഴ്സൺ ടു ബിക്കം INC പ്രസിഡന്റ്. INC പ്രസിഡന്റായ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ്. ഓക്കെ, ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ്. അത് ഇപ്പോഴല്ല, ഇതിന് ശേഷമാണ് അദ്ദേഹം കുറേ നാൾ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത്. അത് നമ്മൾ പഠിക്കും. ഇപ്പോൾ 23 ഡൽഹി സ്പെഷ്യൽ സെക്ഷൻ പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ്, യങ്ങസ്റ്റ് പേഴ്സൺ ടു ബിക്കം ദ INC പ്രസിഡന്റ്. ഒക്കെയാണ്. 1924 ബെൽഗാം കർണാടക, വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ്. കാരണം ഈ സെക്ഷന്റെ പ്രസിഡന്റ് ആയിരുന്നു മഹാത്മാ ഗാന്ധി. അപ്പോൾ മഹാത്മാഗാന്ധി INC പ്രസിഡന്റ് ആകുന്നത് 1924 ബെൽഗാം സമ്മേളനത്തിലാണ്. ഇതിൻ്റെ പ്രസിഡന്റ് മഹാത്മാഗാന്ധിയാണ്. ദ ഓൺലി സെക്ഷൻ ഇൻ വിച്ച് ഗാന്ധിജി വാസ് ദ കോൺഗ്രസ് പ്രസിഡന്റ്. ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായ ഒരേ ഒരു INC സമ്മേളനമാണ് ബെൽഗാം, കർണാടകയിലെ ബെൽഗാം സമ്മേളനം, വർഷം 24. അപ്പോൾ 1885 തുടങ്ങിയ നമ്മുടെ INCയുമായി ബന്ധപ്പെട്ട യാത്ര 1924 ഗാന്ധിജി അധ്യക്ഷനായ ബെൽഗാം സമ്മേളനം വരെ നിൽക്കുകയാണ്. ഓക്കെ, അടുത്തത് 25 കാൺപൂർ സെക്ഷൻ. പ്രത്യേകതകളൊക്കെ നിങ്ങൾ പറയും. 25 കാൺപൂർ സെക്ഷൻ പ്രസിഡന്റിന്റെ പേരൊന്ന് പറഞ്ഞേ. പഠിപ്പിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് നോക്കട്ടെ, ഒന്ന് പറഞ്ഞേ. ശരി ഉത്തരം പറഞ്ഞവർക്ക് അഭിനന്ദനങ്ങൾ. ആരാണ് പ്രസിഡന്റ്? സരോജിനി നായിഡു. നമ്മൾ പഠിച്ചതാണ്. സരോജിനി നായിഡു ദ സെക്കൻഡ് വുമൺ ആൻഡ് ഫസ്റ്റ് ഇന്ത്യൻ വുമൺ, രണ്ടാമത്തെ വനിത, ആദ്യത്തെ ഇന്ത്യൻ വനിത ടു ബിക്കം ദ കോൺഗ്രസ് പ്രസിഡന്റ്. നമ്മൾ പഠിച്ചതാണ് ഈ ഫീച്ചർ. മറ്റൊരു ഫീച്ചർ പ്രധാനപ്പെട്ടതാണ്, ഹിന്ദി മേഡ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് കോൺഗ്രസ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി തിരഞ്ഞെടുക്കപ്പെട്ടത് 1925 INC സമ്മേളനത്തിലാണ്. അതിൻ്റെ അധ്യക്ഷ ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഇതിനകത്ത് 24, 25 അതിനകത്ത് കുറച്ച് പോയിന്റുകളേ ഉള്ളൂ. ശരിക്കും ഇതിനകത്തൊക്കെ ഒരുപാട് ഡിസിഷൻസ് എടുക്കുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം വേണമെങ്കിൽ എത്രത്തോളം ഡീപ്പായിട്ട് വലിച്ചു നീട്ടി കൊണ്ടുപോകാം. നമ്മുടെ PSC എക്സാമിൻ്റെ ആസ്പെക്ട് മാത്രമുള്ള പോയിന്റുകളാണ് പഠിച്ചു വരുന്നത്. ഓക്കെ, നോക്കുക. 1926 ഗുവാഹത്തി. ആദ്യം ഗുവാഹത്തി എവിടെയാണെന്ന് പഠിക്കണം. ഗുവാഹത്തി ആസാമിലാണ്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഹൈക്കോടതിയായിട്ട് വരുന്ന ഹൈക്കോടതി ഗുവാഹത്തിയാണ്. അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നോക്കുക. പ്രസിഡന്റ് ശ്രീനിവാസ അയ്യങ്കാർ ആയിരുന്നു. 1926 ഗുവാഹത്തി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ശ്രീനിവാസ അയ്യങ്കാർ ആയിരുന്നു. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, ഖാദി മേഡ് മാൻഡേറ്ററി ഫോർ കോൺഗ്രസ് വർക്കേഴ്സ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഖാദി നിർബന്ധമാക്കി. ഓക്കെ, ഖാദി മേഡ് മാൻഡേറ്ററി ഫോർ കോൺഗ്രസ് വർക്കേഴ്സ്. കോൺഗ്രസ് പ്രവർത്തകർക്ക് ഖാദി വസ്ത്രങ്ങൾ നിർബന്ധമാക്കിയത് 26 ഗുവാഹത്തി സമ്മേളനത്തിലാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ശ്രീനിവാസ അയ്യങ്കാർ. ഓക്കെയാണ്. 27 മദ്രാസ് സെക്ഷൻ
പ്രസിഡന്റ് MA അൻസാരി, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും നമ്മൾ പഠിച്ചതാണ്. മുസ്ലിം ലീഗിൻ്റെയും INCയുടെയും പ്രസിഡന്റായ ഒരേ ഒരു വ്യക്തിയാണ്. ഈ സമയത്ത് നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവം, എ റെസൊല്യൂഷൻ വാസ് പാസ്ഡ് ടു ബോയ്കോട്ട് സൈമൺ കമ്മീഷൻ. ബോയ്കോട്ട് സൈമൺ കമ്മീഷൻ. ഇന്ത്യയിലേക്ക് സൈമൺ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നു. ഈ സൈമൺ കമ്മീഷൻ ബോയ്കോട്ട് ചെയ്യാൻ വേണ്ടി, ബഹിഷ്കരിക്കാൻ വേണ്ടി ഒരു പ്രമേയം അവതരിപ്പിക്കപ്പെടുന്നത് 27 മദ്രാസ് സമ്മേളനത്തിലാണ്. ആ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനാണ് MA അൻസാരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 1923 തൊട്ട് നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്യാം. 21 കാക്കിനട, പ്രസിഡന്റ് മൗലാന മുഹമ്മദ് അലി. പ്രത്യേകത ഒന്ന് പറഞ്ഞേ. അൺടച്ചബിലിറ്റിക്കെതിരെ പ്രമേയം പാസ്സാക്കി. ആരുടെ പ്രേരണയാൽ? TK മാധവൻ. ശരി. 23 സ്പെഷ്യൽ സമ്മേളനം ഡൽഹിയിൽ നടന്നു. മൗലാന അബുൽ കലാം ആസാദ്. ഓക്കെ, 24 ആരായിരുന്നു? 24 ഏത് സമ്മേളനമായിരുന്നു? ബെൽഗാം സമ്മേളനം. പ്രസിഡന്റിന്റെ പേരൊന്ന് പറഞ്ഞേ. ഇടയിൽ പറയണം കേട്ടോ, റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയണേ. ആദ്യം ഞാൻ പഠിപ്പിച്ചു, നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത് പറയുന്നത്. മഹാത്മാഗാന്ധി. പ്രത്യേകത അത് അത്രയേ ഉള്ളൂ. കാൺപൂർ പറഞ്ഞ ആരാണ്? സരോജിനി നായിഡു. പ്രത്യേകത അറിയാം. വേറൊരു പ്രത്യേകത എന്തായിരുന്നു നമ്മൾ പുതുതായിട്ട് പഠിച്ചത്? ഹിന്ദി മേഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് കോൺഗ്രസ്. 26 ഗുവാഹത്തി സെക്ഷൻ്റെ പ്രത്യേകത എന്താ? പ്രസിഡന്റ് ശ്രീനിവാസ അയ്യങ്കാറാണ്. ഖാദി മേഡ് മാൻഡറ്ററി ഫോർ കോൺഗ്രസ് വർക്കേഴ്സിന് ഖാദി നിർബന്ധമാക്കി. തൊട്ടടുത്ത വർഷം 27 പ്രസിഡന്റിന്റെ പേര് MA അൻസാരി. എന്തു പാസ്സാക്കി? റെസൊല്യൂഷൻ പാസ്ഡ് ടു ബോയ്കോട്ട് സൈമൺ കമ്മീഷൻ. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാൻ വേണ്ടി ഒരു പ്രമേയം പാസ്സാക്കിയത് 27 അടുത്തത് നോക്കുക, വേറൊരു പോയിന്റ് കൂടിയുണ്ട്. എ നാഷണൽ ഇൻഡിപെൻഡൻസ് റെസൊല്യൂഷൻ വാസ് പ്രസന്റഡ്. ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം, നാഷണൽ ഇൻഡിപെൻഡൻസ് റെസൊല്യൂഷൻ വാസ് പ്രസന്റഡ്. ദേശീയ സ്വാതന്ത്ര്യ പ്രമേയം പാസ്സാക്കിയത് 1927 MA അൻസാരി അധ്യക്ഷനായ മദ്രാസ് സമ്മേളനത്തിലാണ് എന്നുകൂടി ഓർത്തു വച്ചേക്കുക. ഈ പഠിക്കുന്ന പോയിന്റുകൾ എടുത്ത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടായിരിക്കും നമ്മളിനി അഭിമുഖീകരിക്കാൻ പോകുന്ന ഡിഗ്രി പരീക്ഷകളുടെ പ്രിലിംസിനും മെയിൻസിനും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രത്തോളം ആഴത്തിൽ പഠിച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് ഇനി അങ്ങോട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ബാക്കി പോവാം. നോക്കിക്കോ. 28 കൊൽക്കത്ത സെക്ഷൻ. 28 കൊൽക്കത്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരാണെന്ന് നമുക്കറിയാം. അടുത്ത 29 ആരാണെന്ന് നമുക്കറിയാം. അവരുടെ പ്രത്യേകതകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തടുത്ത സമ്മേളനങ്ങൾ വരുന്ന അച്ഛനും മകനുമാണല്ലേ. അപ്പോൾ പ്രസിഡന്റ് മോത്തിലാൽ നെഹ്റു. ഇവിടുത്തെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡിമാൻഡ് ഗ്രാൻഡ് ഡോമിനൻറ്റ് സ്റ്റാറ്റസ് വിത്ത് എ ഇയർ. ഒരു വർഷത്തിനുള്ളിൽ പുത്രികാരാജ്യ പദവി എന്നാണ് ഡോമിനൻറ്റ് സ്റ്റാറ്റസിൻ്റെ മലയാളം കേട്ടോ. എന്താണ് പുത്രികാരാജ്യ പദവി എന്ന് നമ്മൾ വിശദമായിട്ട് വേറെ ഏതെങ്കിലും ക്ലാസ്സിൽ പഠിക്കാം. അത് വേറൊരു ടോപ്പിക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്തായാലും പുത്രികാരാജ്യ പദവി ഡോമിനൻറ്റ് സ്റ്റാറ്റസ് നൽകണം, ഒരു വർഷത്തിനുള്ളിൽ നൽകണമെന്ന് ഡിമാൻഡ് ചെയ്ത INC സെക്ഷൻ 28 കൊൽക്കത്ത സെക്ഷനാണ്. അത്രയേ ഉള്ളൂ അതിനകത്തുള്ള പോയിന്റ്. അവിടുത്തെ പ്രസിഡന്റായിരുന്ന വ്യക്തി മോത്തിലാൽ നെഹ്റു. അപ്പോൾ 29 ജവഹർലാൽ നെഹ്റു. സെക്ഷൻ ഏതാണെന്നൊന്ന് പറയാമോ? നമ്മൾ പഠിച്ചതാണ് ലാഹോർ സെക്ഷൻ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണ് 29 ലാഹോർ സെക്ഷൻ. പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റുവാണ്, നമുക്കറിയാം. നോക്കുക, കോൺഗ്രസ് പാസ്ഡ് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയ കോൺഗ്രസ് സമ്മേളനം 29 ലാഹോർ സമ്മേളനമാണ്. 1929 ലാഹോർ സമ്മേളനത്തിലാണ് കോൺഗ്രസ് എന്ന് ചെയ്തത് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ഒരു ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്, അതിനു വേണ്ടിയിട്ട് പ്രമേയം അവതരിപ്പിക്കുന്നത്. ഓക്കെ, ഡിസൈഡ് ടു സ്റ്റാർട്ട് സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഇതേ 29 തന്നെയാണ്. സിവിൽ ഡിസൊബീഡിയൻറ്റ് മൂവ്മെൻറ്റ്, ഇതിൻ്റെ മലയാളമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അപ്പോൾ എന്നാണ് കോൺഗ്രസ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം 1929 ആണ്. ഓക്കെ, ദ ഫസ്റ്റ് സെക്ഷൻ അണ്ടർ ജവഹർലാൽ നെഹ്റു വാസ് പ്രസിഡന്റ്. ജവഹർലാൽ നെഹ്റു പ്രസിഡന്റ് ആകുന്ന ആദ്യ സെക്ഷനാണ്, എളുപ്പമാണ്. ജവഹർലാൽ നെഹ്റു ഹോയിസ്റ്റഡ് ദ ട്രൈ കളർ ഫ്ലാഗ് ഓൺ December 31, 1929. 1929 ഡിസംബർ 39 ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്തു?
ഹോയിസ്റ്റഡ് ദ ട്രൈ കളർ ഫ്ലാഗ്. ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തി ജവഹർലാൽ നെഹ്റു ഉയർത്തി. ശ്രദ്ധിക്കുക, നമ്മുടെ ഇന്ന് കാണുന്ന ത്രിവർണ്ണ പതാകയല്ല 29 ഉയർത്തിയത്. അന്ന് ഉയർത്തിയ പതാകയ്ക്ക് പിന്നെയും മാറ്റങ്ങൾ സംഭവിച്ച് ഇന്ന് കാണുന്ന ദേശീയ പതാകയാകുന്നതാണ്. അത് നമുക്ക് ദേശീയ പതാക എന്ന് പറയുന്നൊരു ടോപ്പിക്ക് തന്നെ പഠിക്കാനുണ്ട്, ആ സമയത്ത് വിശദമായിട്ട് പറയാം. അപ്പോൾ ത്രിവർണ്ണ പതാക എന്ന് കേട്ടുടനെ ഇന്നത്തെ പതാകയാണെന്ന് വിചാരിക്കരുത്. ഇന്നത്തെ പതാകയുമായിട്ട് സാമ്യമുള്ള പതാക. നമുക്ക് സ്വാതന്ത്ര്യമൊന്നും കിട്ടിയില്ലല്ലോ ഡിസംബർ 31. ഓക്കെ, അപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ത് ചെയ്യുന്നു? 29 ഡിസംബർ 31 ആദ്യമായിട്ടൊരു ത്രിവർണ്ണ പതാക ഉയർത്തുന്നു. ഇറ്റ് വാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ജനുവരി 26, 1930. 1930 ജനുവരി 30 സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചത് 29 സെക്ഷനിലാണ്. ഇൻ ദ ഡേ വെൻ ദ ഡിക്ലറേഷൻ ഓഫ് പൂർണ്ണ സ്വരാജ് വാസ് മേഡ്. ആ സമയത്ത് പൂർണ്ണ സ്വരാജ് എന്ന് പറയുന്ന ആശയം ഡിക്ലെയർ ചെയ്യുക, എന്നിട്ട് ആ ദിവസം എന്തായിട്ട് ആഘോഷിക്കാൻ, സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാനും തീരുമാനിക്കപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പൂർണ്ണ സ്വരാജിന്റെ ഡിക്ലറേഷൻ നടന്നത് 1930 ജനുവരി 26-നാണ്. ഇതിനു വേണ്ട പ്രമേയം അവതരിപ്പിച്ചത് 29 ലാഹോറിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനത്തിലാണ്. അന്ന് തന്നെയാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആദ്യ കോൺഗ്രസ് സമ്മേളനവും ഇതുതന്നെയായിരുന്നു. ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? 29 ഡിസംബർ 31 ജവഹർലാൽ നെഹ്റു എന്തുയർത്തുന്നു? ത്രിവർണ്ണ പതാക ഉയർത്തുകയാണ് ചെയ്യുന്നത്. 1930 ജനുവരി 26 എന്തായി ആഘോഷിക്കാൻ തീരുമാനിക്കുന്നു? സ്വാതന്ത്ര്യദിനമായിട്ട് ആഘോഷിക്കാനായിട്ട് ഈ സമ്മേളനത്തിൽ തീരുമാനിക്കുന്നു. ഇത്രയുമാണ് 1929 INC സെക്ഷൻ. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഒരു വർഷവും ഈ ഒരു INC സെക്ഷനും. ഓക്കെ, അടുത്തതിലേക്ക് പോകുന്നു. 1931 കറാച്ചി സമ്മേളനം. 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ പറയുക, സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു 31 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, ദ റെസൊല്യൂഷൻ ഓൺ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് പോളിസീസ്. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയും എക്കണോമിക് പോളിസി, സാമ്പത്തിക തത്വങ്ങളെ പറ്റിയും ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുന്നത് 31 കറാച്ചി സെക്ഷനിലാണ്. ഈ റെസൊല്യൂഷൻ തയ്യാറാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, 1931 കറാച്ചി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹമാണ് ആ സമ്മേളനത്തിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചും എക്കണോമിക്സ് പോളിസിയെക്കുറിച്ചും ആദ്യമായി റെസൊല്യൂഷൻ പാസ്സാക്കുന്നത്. ഇതാണ് ആ സമ്മേളനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. ഈ റെസൊല്യൂഷൻ തയ്യാറാക്കിയ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. കുറച്ച് പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. 33 നമ്മൾ പോകുന്നു. 1933 പ്രത്യേകത കൊൽക്കത്ത സെക്ഷനാണ്. 33 എന്ന വർഷം കേൾക്കുമ്പോൾ പ്രസിഡന്റിന്റെ പേര് നിങ്ങൾക്ക് ഓർമ്മ വരണം. ആരാണെന്ന് പറയൂ, ജസ്റ്റ് പറയൂ. നെല്ലി ഗുപ്തയാണ്. കഴിഞ്ഞ ക്ലാസ്സുകൾ നന്നായി കണ്ട ആളുകൾ നന്നായി മനസ്സിലാക്കിയവർ ഉത്തരം പറയും. നെല്ലി ഗുപ്ത. ഇവരുടെ യഥാർത്ഥ പേരൊക്കെ ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെല്ലി ഗുപ്തയായിരുന്നു 33 കൊൽക്കത്ത സെക്ഷന്റെ അധ്യക്ഷ. ഇവരുടെ പ്രത്യേകത നമ്മൾ പഠിച്ചു. സെക്കൻഡ് ഫോറിൻ വുമൺ ആൻഡ് തേർഡ് വുമൺ. രണ്ടാമത്തെ ഫോറിൻ വനിത, മൂന്നാമത്തെ വനിത കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത്. ഈ സെക്ഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ദ സെക്കൻഡ് കോൺഗ്രസ് സെക്ഷൻ വാസ് ബാൻഡഡ് ബൈ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരെ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സെക്ഷൻ. സെക്കൻഡ് കോൺഗ്രസ് സെക്ഷൻ ബാൻഡഡ് ബൈ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ ഈ കോൺഗ്രസ് സെക്ഷൻ നിരോധിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷുകാർ നിരോധിച്ച രണ്ടാമത്തെ കോൺഗ്രസ് സെക്ഷനാണ് 33 കൊൽക്കത്ത സെക്ഷൻ. എങ്കിൽ ആദ്യത്തെ സെക്ഷൻ നമ്മൾ പഠിക്കാൻ വിട്ടുപോയ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്ത 32 ഡൽഹി സെക്ഷൻ. ഈ 32 ഡൽഹി സെക്ഷനും എന്ത് ചെയ്യും? കോൺഗ്രസ് നിരോധിക്കും. ബ്രിട്ടീഷുകാർ നിരോധിക്കുന്ന കോൺഗ്രസ് സെക്ഷനുകൾ രണ്ടെണ്ണമാണ്. ഒന്ന് 1932 ഡൽഹി സെക്ഷൻ, അതാണ് ആദ്യത്തെ സെക്ഷൻ. പിന്നെ 33 കൊൽക്കത്ത സെക്ഷൻ. ഈ രണ്ട് സെക്ഷനുകളും എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? കോൺഗ്രസ്സുകാർ നിരോധിക്കുന്നുണ്ട്. ഓക്കെ അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾ നടന്ന സ്ഥലം ഒന്ന് പറഞ്ഞേ. ദ സിറ്റി ദാറ്റ് ഹോസ്റ്റഡ് ദ ലാർജ് നമ്പർ ഓഫ് INC കോൺഫറൻസ് ബിഫോർ ഇൻഡിപെൻഡൻസ്. ദ സിറ്റി ലാർജ് നമ്പർ ഓഫ് ബിഫോർ ഇൻഡിപെൻഡൻസ്. പറഞ്ഞേടാ, നമ്മളിപ്പോൾ ഇത്രയും പഠിച്ചില്ലേ? നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ 33 കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. ഈ പഠിച്ചതിൽ ഏത് സ്ഥലമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞത്?
യെസ്, കൊൽക്കത്തയാണ്, കൊൽക്കത്ത. അപ്പോൾ സിറ്റി ദാറ്റ് ഹാസ് ഹോസ്റ്റഡ് ലാർജ് നമ്പർ ഓഫ് INC കോൺഫറൻസ് ബിഫോർ ഇൻഡിപെൻഡൻസ്. ഇൻഡിപെൻഡൻസിന് മുമ്പ് ഏറ്റവും കൂടുതൽ ലാർജ് നമ്പർ ഓഫ് കോൺഫറൻസ് നടന്ന സ്ഥലം കൊൽക്കത്തയാണ്. അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയാണ്. ഓക്കെ, the city that hosts large number of INC conference after independence. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഏറ്റവും കൂടുതൽ INC സമ്മേളനങ്ങൾ നടന്നത് ഡൽഹിയിലാണ്. സ്വാതന്ത്ര്യത്തിന് മുമ്പാണെങ്കിൽ അത് കൊൽക്കത്തയാണ്. ക്ലിയർ അല്ലേ? 32 സെക്ഷൻ, ഡൽഹി സെക്ഷൻ എന്ത് ചെയ്യുന്നു? ബ്രിട്ടീഷുകാർ ബാൻ ചെയ്യുന്നു. 33 സെക്ഷനും എന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷുകാർ ബാൻ ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷുകാർ ബാൻ ചെയ്യുന്ന രണ്ടാമത്തെ സെക്ഷനാണ് 33 സെക്ഷൻ. അതിൻ്റെ അധ്യക്ഷൻ നെൽസൺ ഗുപ്തയാണ്. ക്ലിയർ. അടുത്ത സെക്ഷനിലേക്ക് പോവാം. 34 ബോംബെ സമ്മേളനം. 1934 ബോംബെ സമ്മേളനം. പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ശ്രദ്ധിക്കണേ, കുറച്ച് നല്ല പോയിന്റുകൾ ഈ 34, 35 സെക്ഷനുകളിലുണ്ട്. 34 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യാൻ കാരണമായ സമ്മേളനമാണ് 34 എന്ത് സമ്മേളനം? ബോംബെ സമ്മേളനം. 1934 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ദ കോൺഫറൻസ് ഫോംഡ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യാൻ കാരണമായ സമ്മേളനമാണ് 34 ബോംബെ സമ്മേളനം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ദ ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ ബീയിങ് ദ പ്രസിഡന്റ് ഓഫ് INC പ്രസിഡന്റായ ശേഷം ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്ന ആദ്യ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലേ? ശരി, അടുത്ത നോക്കുക. ദ കോൺഫറൻസ് ഡിമാൻഡ് എ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോർ ഇന്ത്യ. അങ്ങോട്ട് പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ തിരിഞ്ഞു പോകാതെ പഠിക്കുക. ഇന്ത്യക്ക്, നമ്മളിതിന് മുമ്പ് കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി പറഞ്ഞത് ഇന്ത്യക്കല്ല, അത് INCക്കാണ്. 20ലും 1908 നമ്മൾ പറഞ്ഞു. ആനന്ദമോഹൻ ബോസ് സജസ്റ്റ് ചെയ്തതൊക്കെ INCക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ദ കോൺഫറൻസ് ഡിമാൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഫോർ ഇന്ത്യ. ഇന്ത്യക്ക് വേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്ന് അഭിപ്രായപ്പെട്ട അല്ലെങ്കിൽ എന്ന് നിർദ്ദേശിച്ച അങ്ങനെ ഒരു ഡിമാൻഡ് വന്ന കോൺഗ്രസ് സമ്മേളനമാണ് 34 ബോംബെ സമ്മേളനം. അതിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ആരാണ് ഈ ഡിമാൻഡ് മുന്നോട്ട് വെച്ചതെന്ന് ചോദിച്ചാൽ അത് MN റോയി ആണ്. ഓക്കെ, അപ്പോൾ 1934 ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണം എന്ന് ഡിമാൻഡ് ചെയ്ത വ്യക്തിയാണ് MN റോയി. ഏത് സമ്മേളനം എന്ന് ചോദിച്ചാൽ 34 ബോംബെ സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാണ് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഗാന്ധിജി അനൗൺസ്ഡ് ദാറ്റ് ഹി വാസ് ലീവിംഗ് കോൺഗ്രസ്. ഞാൻ കോൺഗ്രസ് വിടാൻ പോകുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞ INC സെക്ഷനാണ് ഈ പറയുന്ന 34 ബോംബെ സെക്ഷൻ. ഓക്കെ, മനസ്സിലായോ? അപ്പം 34 ബോംബെ സെക്ഷൻ നല്ല കുറച്ച് പ്രത്യേകതകളുള്ളതാണ്. ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുള്ളത്. രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു ഇതിൻ്റെ പ്രസിഡന്റ്. ഈ കോൺഫറൻസിലൂടെയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യുന്നത്. സോഷ്യലിസ്റ്റ് പാർട്ടി ഫോം ചെയ്യാൻ കാരണമായ INC സമ്മേളനം. ഓക്കെ, ഇതിൻ്റെ പ്രസിഡന്റിൻ്റെ പ്രത്യേകത ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? പിൻകാലത്ത് ഇന്ത്യൻ പ്രസിഡന്റായി മാറുന്ന INC പ്രസിഡന്റാണ്. കൂടാതെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി വേണമെന്ന് ഡിമാൻഡ് ചെയ്യുന്ന INC സെക്ഷൻ 34 ബോംബെ സെക്ഷനാണ്. ഇത് ഡിമാൻഡ് ചെയ്ത വ്യക്തിയുടെ പേര് പറഞ്ഞേ എല്ലാവരും പറഞ്ഞേ. യെസ്, MN റോയി. പറഞ്ഞോ എല്ലാവരും? ശരി. ഈ ഗാന്ധിജി എന്തെന്ന് പറഞ്ഞു? ഞാൻ INC വിടാൻ പോവുകയാണെന്ന് പറഞ്ഞത് ഈ സമ്മേളനത്തിലാണ്. അടുത്ത മറ്റൊരു പ്രത്യേകത, the Congress Parliamentary Board with 25 members was formed in 1934 to oversee election related matters. ഇത് ഈ INCയുമായിട്ട് ഈ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല, അല്ലാണ്ട് ഈ വർഷം നടന്ന മറ്റൊരു കാര്യമാണ്. 1934 ഇവിടെ എന്തുണ്ടാകുന്നു? കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് ഉണ്ടാകുന്നുണ്ട്. 1934 കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് ഫോം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ റിലേറ്റഡ് മാറ്റേഴ്സ്, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഉണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണം 25 ഇത് INCയുമായിട്ട് റിലേറ്റ് ചെയ്തല്ല, നമ്മൾ ഈ പഠിച്ച സെക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് INCയുമായിട്ട് റിലേഷൻ ഉണ്ട്.
നമ്മൾ ഈ പഠിച്ച 34 സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഈ INC-യുടെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നടക്കുന്നൊരു സുപ്രധാന സംഭവമാണ് കോൺഗ്രസ് പാർലമെന്ററി ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡ് രൂപീകരിക്കപ്പെടുന്നു 34 എന്തിനു വേണ്ടിയിട്ട്? ഓവർസീസ് ഇലക്ഷൻ റിലേറ്റഡ് മാറ്റേഴ്സ്, ഇലക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. കോൺഗ്രസ് പാർലമെന്ററി ബോർഡിലെ അംഗങ്ങളുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ അത് 25 ആണ്. ക്ലിയർ അല്ലേ? അടുത്ത സെക്ഷൻ 35 ബോംബെ സെക്ഷൻ. അതിൻ്റെ പ്രസിഡന്റുമാർ തന്നെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അപ്പോൾ 34-ലും 35-ലും ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇങ്ങനെ അടുത്തടുത്ത 2 INC സമ്മേളനങ്ങളിൽ അധ്യക്ഷനാകുന്ന ആദ്യ വ്യക്തി ആരായിരുന്നു? യെസ്, 1907, 1908 റാഷ് ബിഹാരി ഘോഷ്. ഓക്കെ, ഇവിടെ 34-ലും 35-ലും രാജേന്ദ്ര പ്രസാദ് ആണ്. ഇവിടെ ഇറ്റ് വാസ് ദ ഫസ്റ്റ് കോൺഫറൻസ് വെയർ ദ നീഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ വാസ് ഡിസ്കസ്ഡ്. ഇന്ത്യക്കൊരു ഭരണഘടന വേണം എന്ന് ആദ്യമായിട്ട് തീരുമാനിച്ചത്, അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് കോൺഫറൻസ് വെയർ ദ നീഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ വാസ് ഡിസ്കസ്ഡ്. 34-ല് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്നാണ് ഡിമാൻഡ് ചെയ്തത്. അത് ഡിമാൻഡ് ചെയ്ത വ്യക്തിയാണ് MN റോയി. 35-ല് ദ നീഡ് ഫോർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഇന്ത്യ, ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്നാണ് ഡിമാൻഡ് ചെയ്യുന്നത്. അതിൻ്റെ അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് തന്നെയാണ്. അപ്പോൾ രണ്ടിൻ്റെയും അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ആയതുകൊണ്ട് ഇത് ചില റാങ്ക് ഫയൽ ചില ടെക്സ്റ്റിലൊക്കെ PSC റിലേറ്റഡ് പുസ്തകങ്ങളിലൊക്കെ ഇത് തെറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇങ്ങനെയാണ് വരുന്നത്. 34-ല് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണം എന്ന് ചെയ്യുന്നു MN റോയ് ഡിമാൻഡ് ചെയ്യുന്നു. 35-ലാണ് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇനി കൺഫ്യൂഷൻ വരരുത്. സ്റ്റേറ്റ്മെൻ്റൊക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എഴുതുക. അടുത്തത് 37 ഫൈസൂർ മഹാരാഷ്ട്ര. ഈ ഫൈസൂർ സമ്മേളനം 36 ആണോ 37 ആണോ എന്ന് ചോദിച്ചാൽ അതും ഒരു കൺഫ്യൂസിങ് ഫാക്റ്റായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ റെഫർ ചെയ്യുന്ന ടെക്സ്റ്റുകളിലും പല ആൻസറാണ് കൊടുത്തിരിക്കുന്നത്. 36 എന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. 37 ആണ് കറക്റ്റ് ഉത്തരം. ഫൈസൂർ സമ്മേളനം മഹാരാഷ്ട്ര. ഇതിൻ്റെ പ്രസിഡന്റ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1937 ഫൈസൂർ സമ്മേളനം മഹാരാഷ്ട്ര, പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. ദ കോൺഗ്രസ് സെക്ഷൻ ഹെൽഡ് ഇൻ റൂറൽ ഏരിയ. ഒരു റൂറൽ ഏരിയയിൽ നടക്കുന്ന ആദ്യ കോൺഗ്രസ് സെക്ഷൻ, ഫസ്റ്റ് കോൺഗ്രസ് സെക്ഷൻ ഹെൽഡ് ഇൻ റൂറൽ ഏരിയ. ഒരു റൂറൽ ഏരിയയിൽ നടക്കുന്ന ആദ്യത്തെ കോൺഗ്രസ് സെക്ഷനാണ് 37-ലെ ഫൈസൂർ സമ്മേളനം. ഇത് നടക്കുന്നത് മഹാരാഷ്ട്രയിലാണ്. ദ ഫോർമേഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ടു ഫ്രെയിം എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ സമ്മേളനത്തിൽ വെച്ചിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യുന്നുണ്ട് ടു ഫ്രെയിം എ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഫോം ചെയ്യപ്പെടുന്നത് 37-ലെ ഫൈസൂർ സമ്മേളനത്തിലാണ്. ഓക്കെ ആണ്. ദ ഫോർമേഷൻ ഓഫ് എ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ടു ഫ്രെയിം എ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി വേണമെന്ന് ഡിമാൻഡ് ചെയ്തതും 34-ലാണ്. ഓക്കെ. അടുത്ത് നമ്മൾ there is also an argument that the ഫൈസൂർ കോൺഫറൻസ് വാസ് ഹെൽഡ് ഇൻ 1936. 36-ലാണ് നടന്നൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. അപ്പോൾ 37-ആണ് കറക്റ്റ് ഉത്തരം. ഇൻ കേസ് 37 ഓപ്ഷനിലില്ല, 36-ആണ് തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ 36 എഴുതുക. 37, 36 തന്നിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അവിടെ ഒരു ആർഗ്യുമെൻ്റ് നടക്കുന്നുണ്ട് ഏതാണെന്നുള്ളത്. 37-ആണ് കറക്റ്റ് ഉത്തരം എന്നാണ് ഞാൻ പറയുന്നത്. 37 തന്നെയാണ് കറക്റ്റ് ഉത്തരം കേട്ടോ. 36 7 36 ആണെങ്കിൽ അത് എഴുതുക. ഓക്കെ ആണ്. അപ്പോൾ ഇത്രയുമാണ് ഫൈസൂർ സമ്മേളനത്തിൽ പറയാനുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറ്റ് വാസ് ഹെൽഡ് ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ നടന്ന ആദ്യ സമ്മേളനം ഫൈസൂറാണ്. 38 ഹരിപുര സെക്ഷൻ ഗുജറാത്ത്. 1938-ലെ ഹരിപുര സെക്ഷൻ ഗുജറാത്ത്. ഇതിൻ്റെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 38-ലെ ഹരിപുര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ്റെ പേര് സുഭാഷ് ചന്ദ്രബോസ്. ദ ഫസ്റ്റ് സെക്ഷൻ ഓഫ് സുഭാഷ് ചന്ദ്രബോസ് ആസ് കോൺഗ്രസ് പ്രസിഡന്റ്. സുഭാഷ് ചന്ദ്രബോസ് INC പ്രസിഡന്റ് ആകുന്ന ആദ്യ സമ്മേളനമാണ് 38-ലെ ഹരിപുര സമ്മേളനം. നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി വാസ് ഫോംഡ് വിത്ത് ജവഹർലാൽ നെഹ്റു ആസ് ഇറ്റ്സ് ചെയർമാൻ. ഏതാണ്ട് ഈ ഒരു സമയത്താണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. അതിൻ്റെ ചെയർമാനായിരുന്ന വ്യക്തി ജവഹർലാൽ നെഹ്റു ആണ്.
ഓക്കെ, അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്യുന്നത് 38-ലാണ്. അതിൻ്റെ ചെയർമാനായിരുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. 1938-ലാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഫോം ചെയ്യുന്നത്. 38-ന്റെ സമ്മേളനം ഹരിപുര സമ്മേളനം, അത് ഗുജറാത്തിലാണ്. അതിൻ്റെ പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസാണ്. അദ്ദേഹം ആദ്യമായി INC പ്രസിഡന്റ് ആകുന്നു എന്നൊരു പ്രത്യേകതയാണ് ഈ സമ്മേളനത്തിനുള്ളത്. 38 വരെയായി, വീണ്ടും ഒരു വർഷം കഴിയുന്നു, 39 INC വീണ്ടും സമ്മേളിക്കുന്ന സ്ഥലം ത്രിപുരി, മധ്യപ്രദേശ്. ഇതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു INC സെക്ഷനാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ പ്രസിഡന്റും സുഭാഷ് ചന്ദ്രബോസ് തന്നെ ആയിരുന്നു എന്നുള്ളത് അതിൽ ഇതിൻ്റെ പ്രത്യേകത ദ ഫസ്റ്റ് കോൺഗ്രസ് സെക്ഷൻ ഇൻ വിച്ച് ഇലക്ഷൻ ഫോർ ദ പ്രസിഡൻസി വാസ് ഹെൽഡ്. INCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യമായി ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, വോട്ടിങ്ങിലൂടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് 1939 ത്രിപുരി സമ്മേളനത്തിലാണ്. ഓക്കെ, 39 ത്രിപുരി സമ്മേളനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായി INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റത് നമ്മൾ കൂടിയിരുന്നിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഇലക്ഷനായിട്ട് നടക്കുന്നത് 39-ലാണ്. ഈ ഇലക്ഷനിൽ ആര് ജയിക്കുന്നു? സുഭാഷ് ചന്ദ്രബോസ് ജയിക്കുന്നു. സുഭാഷ് ചന്ദ്രബോസിൻ്റെ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം തോൽപ്പിച്ച വ്യക്തി ആരാണെന്നറിയുക. അദ്ദേഹം തോൽപ്പിച്ചത് പട്ടാഭി സീതാരാമയ്യയാണ്. പട്ടാഭി സീതാരാമയ്യ നോമിനേറ്റ് ചെയ്ത വ്യക്തി മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധി നോമിനേറ്റ് ചെയ്ത പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് 1939 ത്രിപുരി സമ്മേളനത്തിൽ INC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തില്ല? പ്രസിഡന്റ് സ്ഥാനത്ത് തുറന്നില്ല. റിസൈൻഡ് ഡ്യൂ ടു ദ ഡിസ്യൂണിറ്റി, ഐക്യമില്ലായ്മ കാരണം, എല്ലാ ആളുകളും ഇതിനെ സപ്പോർട്ട് ചെയ്യാത്തത് കാരണം ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രസിഡന്റ് സ്ഥാനം റിസൈൻ ചെയ്തു. അതിനുശേഷം രാജേന്ദ്ര പ്രസാദ് INCയുടെ പ്രസിഡന്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 39 പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും തരികയാണെങ്കിൽ അത് പൂർണ്ണമായും തെറ്റല്ല. പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ സുഭാഷ് ചന്ദ്രബോസ് തന്നെയാണ്, നിസ്സംശയം പറയാം. പക്ഷേ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആരാ പരാജയപ്പെടുത്തിയത്? പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ നോമിനേറ്റ് ചെയ്ത വ്യക്തി ആരാ? മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി നോമിനേറ്റ് ചെയ്ത പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആര് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചു വരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. പക്ഷേ അദ്ദേഹം ഡിസ്യൂണിറ്റി കാരണം റിസൈൻ ചെയ്യുകയും അതിനുശേഷം രാജേന്ദ്ര പ്രസാദ് INC പ്രസിഡന്റ് ആവുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ദ കോൺഗ്രസ് കോൺഫറൻസ് അറ്റൻഡഡ് ബൈ SK പൊറ്റക്കാട്. SK പൊറ്റക്കാട് അറ്റൻഡ് ചെയ്ത കോൺഗ്രസ് സമ്മേളനമാണ് നമ്മുടെ 39 ത്രിപുരി സമ്മേളനം. അതും നല്ലൊരു പ്രത്യേകതയാണ്. നന്നായിട്ട് പഠിക്കുന്നവർ മാത്രം എഴുതുന്ന ഒരു പോയിന്റ് ആയിരിക്കും അത്. കോൺഗ്രസ് കോൺഫറൻസ് അറ്റൻഡഡ് ബൈ SK പൊറ്റക്കാട്. SK പൊറ്റക്കാട് അറ്റൻഡ് ചെയ്ത കോൺഗ്രസ് സമ്മേളനമാണ് 39 ത്രിപുരി സമ്മേളനം എന്ന് പറയുന്നത്. ഓക്കെ ആണേ. ഇതും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം ആദ്യമായിട്ട് ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇലക്ഷൻ നടക്കുന്നത് 39 അത്രത്തോളം പ്രാധാന്യം അതിനുണ്ട്. ഓക്കെ ആണേ, സെറ്റാണേ. 39 വരെയായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം INCയുടെ നേതൃത്വത്തിൽ എങ്ങോട്ടടുത്തുകൊണ്ടിരിക്കുന്നു? സ്വാതന്ത്ര്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. 1940 വർഷം. സ്ഥലം രാംഘട്ട്, ജാർഖണ്ഡിലെ രാംഘറാണ്. അവിടെ വെച്ച് നടക്കുന്ന INC സമ്മേളനത്തിൻ്റെ പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ്. പ്രസിഡന്റ് ഡ്യൂറിംഗ് ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, സിംല കോൺഫറൻസ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും സിംല കോൺഫറൻസും ഒക്കെ നടക്കുന്ന സമയത്തെ INC പ്രസിഡന്റ് ആയിരുന്നു മൗലാന അബുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 42. ഇത് 40 കാര്യമാണ് പറയുന്നത്. പിന്നെ എങ്ങനെ അയാൾ വരുന്നത് നോക്കാം. ദ പേഴ്സൺ ഹു സെർവ്ഡ് ദ പ്രസിഡന്റ് ഫോർ ദ ലോങ്സ്റ്റ് പീരിയഡ് ഓഫ് ടൈം ബിഫോർ ഇൻഡിപെൻഡൻസ്. നമ്മൾ പഠിച്ച പോയിന്റ്, സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് മൗലാന അബുൽ കലാം ആസാദ്. ഏകദേശം 1940 മുതൽ 46 വരെ കണ്ടിന്യൂസ് ഇദ്ദേഹമായിരുന്നു INC പ്രസിഡന്റ്. ഈ കാലയളവിലാണ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റും സിംല കോൺഫറൻസും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് പ്രസിഡന്റ് ഡ്യൂറിംഗ് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആൻഡ് സിംല കോൺഫറൻസ് എന്ന് മൗലാന അബുൽ കലാം ആസാദിനെ പറയുന്നത്. ഇദ്ദേഹം 40 പ്രസിഡന്റ് ആകുന്നത് രാംഘട്ട്, ജാർഖണ്ഡ് 1940. ഓക്കെ, അടുത്തത് 42 ബോംബെ സമ്മേളനം. പ്രസിഡന്റിന്റെ പേരെന്തായിരിക്കും? മൗലാന അബുൽ കലാം ആസാദ് തന്നെയാണ്. 46 വരെ അദ്ദേഹം തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ റെസൊല്യൂഷൻ വാസ് പാസ്ഡ്.
ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചപ്പെട്ടത് 42 ബോംബെ സമ്മേളനത്തിലാണ്. 1942 ബോംബെ സമ്മേളനത്തിലാണ് എന്ത് അവതരിപ്പിക്കപ്പെട്ടത്? ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് അവതരിപ്പിക്കപ്പെട്ടത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട റെസൊല്യൂഷൻ പാസ് ചെയ്തത് 42 ബോംബെ സമ്മേളനം. അധ്യക്ഷൻ ആര് തന്നെ? മൗലാന അബുൽ കലാം ആസാദ് തന്നെ. 46 വരെ അദ്ദേഹം തന്നെയാണ്. 46 സമ്മേളനം നടക്കുന്നത് മീററ്റാണ്. 46 പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് JB കൃപലാനിയാണ്. ഓക്കെ, 46 വരെ മൗലാന അബുൽ കലാം ആസാദ്, 46 സെക്ഷൻ മീററ്റ് സമ്മേളനം, അതിൻ്റെ അധ്യക്ഷൻ JB കൃപലാനി. വെൻ ഇന്ത്യ ഗോട്ട് ഇൻഡിപെൻഡൻസ് ദ കോൺഗ്രസ് പ്രസിഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ 46 ഇദ്ദേഹമായിരുന്നു, 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെ INC പ്രസിഡന്റ് ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. അദ്ദേഹം ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് 46 മീററ്റ് സമ്മേളനത്തിലാണ്. സിമ്പിൾ പോയിന്റുകളാണ്, കുഞ്ഞു പോയിന്റുകളാണ്, എളുപ്പമാണ്, ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ശരി, അടുത്ത നോക്കിക്കോളുക. 48 ജയ്പൂർ സമ്മേളനം. ഇതിൻ്റെ പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യരാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത നമ്മുടെ മനസ്സിലേക്ക് വരും. എന്താണ്? അതെ, അദ്ദേഹമാണ് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള INC പ്രസിഡന്റ്. ദ ഫസ്റ്റ് കോൺഗ്രസ് സെക്ഷൻ ഹെൽഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സിമ്പിൾ പോയിന്റ് ആണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ സമ്മേളനമാണ്. ദ ഫസ്റ്റ് പേഴ്സൺ ടു ബിക്കം ദ കോൺഗ്രസ് പ്രസിഡന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്ന വ്യക്തി പട്ടാഭി സീതാരാമയ്യറാണ്. എളുപ്പമാണ്. ജയ്പൂർ ആണ് സ്ഥലം എന്ന് മാത്രം അതിനകത്ത് ഓർമ്മ വെച്ചിരുന്നാൽ മതി. പ്രസിഡന്റ് പട്ടാഭി സീതാരാമയ്യര. വർഷം തന്നെ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 46 ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 47 സ്വാതന്ത്ര്യം കിട്ടുന്നത്, 46 JB കൃപലാനി ആയി. സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ 47 സമ്മേളനത്തിൽ ആരായി? പട്ടാഭി സീതാരാമയ്യർ. നമ്മൾ ആദ്യം പഠിച്ചതും ഇപ്പോൾ പഠിക്കുന്ന തമ്മിൽ നമുക്കൊരു കണക്ഷൻ കിട്ടുന്നില്ലേ? ഇപ്പോൾ കിട്ടുന്നുണ്ടോ? ശരി, നോക്കുക. കമ്മിറ്റി ഫോംഡ് അറ്റ് ജയ്പൂർ കോൺഫറൻസ് ടു സ്റ്റഡി ദ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. ഒരു കമ്മിറ്റി ഫോം ചെയ്യുന്നു ഈ 1948 ജയ്പൂർ സമ്മേളനത്തിൽ. എന്തിനു വേണ്ടിയിട്ടാ? ടു സ്റ്റഡി ദ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റസ്. സംസ്ഥാന പുനഃസംഘടനത്തിന് വേണ്ടി. റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റസ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. ഭാഷാ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ റീഓർഗനൈസ് ചെയ്യുന്നതിനുള്ളൊരു കമ്മിറ്റി ഫോം ചെയ്യുന്നത് ഈ 48 ജയ്പൂർ സമ്മേളനത്തിലാണ്. ആ കമ്മിറ്റിയുടെ പേരാണ് JVP കമ്മിറ്റി. എന്താണ് J, എന്താണ് V, എന്താണ് P? JS ജവഹർലാൽ നെഹ്റു, V വല്ലഭായ് പട്ടേൽ ആൻഡ് P പട്ടാഭി സീതാരാമയ്യർ. അപ്പോൾ ഈ ഒരു കമ്മിറ്റി ഫോം ചെയ്യപ്പെട്ടു എന്നതാണ് 48 ജയ്പൂർ സമ്മേളനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കമ്മിറ്റി ഫോംഡ് അറ്റ് ദ ജയ്പൂർ കോൺഫറൻസ് ടു സ്റ്റഡി ദ റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ലാംഗ്വേജ്. അതാണ് JVP കമ്മിറ്റി. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? 1950 നാസിക്കിലെ മഹാരാഷ്ട്രയിൽ നടക്കുന്ന INC സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാണ്. നോക്കിക്കേടെ, 48 ഇനി അങ്ങോട്ട് പഠിക്കുന്നതൊക്കെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. അധ്യക്ഷന്റെ പേര് പുരുഷോത്തം ദാസ് ടണ്ടൻ. 1950 നാസിക് സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് പുരുഷോത്തം ദാസ് ടണ്ടൻ. ദ ഫസ്റ്റ് കോൺഗ്രസ് സെക്ഷൻ ഹെൽഡ് ആഫ്റ്റർ ഇന്ത്യൻ ബിക്കം റിപ്പബ്ലിക്. 1950 ഇന്ത്യക്ക് റിപ്പബ്ലിക് ലഭിക്കുന്നു. അങ്ങനെ ഇന്ത്യ റിപ്പബ്ലിക് ആയ ശേഷം നടക്കുന്ന ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് 1950 നാസിക് സമ്മേളനമാണ്, മഹാരാഷ്ട്ര. 1955 ആവടി സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനാണ് UN ദബ്ബർ ആണ് 1955 ആവടി സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ് ആവടി സെക്ഷൻ. ദ കോൺഫറൻസ് ഡിക്ലെയർ ദാറ്റ് ദ ഗോൾ ഓഫ് കോൺഗ്രസ് ഈസ് ഡെവലപ്ഡ് ഓൺ ദ സോഷ്യലിസ്റ്റ് മോഡൽ. സോഷ്യലിസ്റ്റ് മോഡലിലുള്ള ഡെവലപ്മെന്റ് ആണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞ സമ്മേളനമാണ് ആവടി സമ്മേളനം. 55 ആയപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി. പിന്നെ നമുക്ക് പൂർണ്ണ സ്വരാജോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും അല്ല. ഇനി നമ്മുടെ രാഷ്ട്രത്തിന്റെ വികസനമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നെ അങ്ങോട്ട് കോൺഗ്രസ് INCയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതിനകത്ത് ഡെവലപ്ഡ് ഓൺ എ സോഷ്യൽ മോഡൽ, ഒരു സോഷ്യലിസ്റ്റ് മോഡലിൽ ഉള്ള വികസനമാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്ന് ഡിക്ലെയർ ചെയ്ത INC സമ്മേളനമാണ് 55 ആവടി സമ്മേളനം. ഇത് തമിഴ്നാട്ടിലാണ് ആവടി എന്ന് പറയുന്ന സ്ഥലം. ഇതിൻ്റെ അധ്യക്ഷൻ്റെ പേര് UN ദബ്ബർ ആണ്. നല്ലപോലെ നിങ്ങൾക്ക് കുറച്ച് ബോറായി തുടങ്ങി കാണും.
കാര്യം കുറേ വർഷങ്ങൾ നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പഠിച്ചു വരികയാണ്. ഓക്കെയാണ്, ഒരിക്കൽ കൂടി ഒന്ന് ആവർത്തിച്ച് നോക്കണം കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടി മനസ്സിലൊന്ന് ആവർത്തിച്ച് നോക്കുക. അപ്പോൾ 55-ലെ ആവടി സെക്ഷൻ പ്രസിഡന്റിന്റെ പേര് നിങ്ങൾ പറഞ്ഞേ ബോർഡിലേക്ക് ഒന്ന് മാറ്റിക്കേ, പറഞ്ഞേ. യെസ്, UN ദബ്ബർ ആണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? കോൺഗ്രസ് ഡിക്ലെയർ ദാറ്റ് ദ ഗോൾ ഓഫ് കോൺഗ്രസ് ഈസ് ഡെവലപ്മെൻറ്റ് ഓൺ സോഷ്യൽ മോഡലിലുള്ള ഡെവലപ്മെൻ്റ് ആണ് കോൺഗ്രസിൻ്റെ ഗോൾ എന്ന് ഡിക്ലെയർ ചെയ്തത് 55-ലെ ആവടി സെക്ഷനിലാണ്. അപ്പോൾ 1959 നമ്മൾ പഠിച്ചത് 50 ആണ്. 50-ന് ശേഷം 1959 ഡൽഹിയിൽ ഒരു സ്പെഷ്യൽ സമ്മേളനം നടക്കുന്നു. ഇതിൻ്റെ അധ്യക്ഷ ഇന്ദിരാഗാന്ധിയാണ് അധ്യക്ഷ എന്ന് പറയുന്നത്. പ്രത്യേകത നമുക്കറിയാം, ദ ഫസ്റ്റ് വിമൺ ടു ബിക്കം കോൺഗ്രസ് പ്രസിഡന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് ആരെന്ന് പറയുന്നത്? ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ കോൺഗ്രസ് പ്രസിഡന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. മറ്റൊരു പ്രത്യേകത, ദ പേഴ്സൺ ഹു വാസ് അസാസിനേറ്റഡ് വൈൽ ഷി വാസ് ദ കോൺഗ്രസ് പ്രസിഡന്റ് വാസ് ഇന്ദിരാഗാന്ധി. കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് അസാസിനേറ്റ് ചെയ്യപ്പെടുന്ന, വധിക്കപ്പെടുന്ന കോൺഗ്രസ് പ്രസിഡന്റാണ് ആരെന്ന് പറയുന്നത്? ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഹു വാസ് അസാസിനേറ്റഡ് വൈൽ ഷി വാസ് കോൺഗ്രസ് പ്രസിഡന്റ്. 1984 ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധി കൊല ചെയ്യപ്പെടുന്നത്, വധിക്കപ്പെടുന്നതാണ്. മരണപ്പെടുന്നതല്ല, അവരെ കൊല്ലുന്നതാണ്. സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റാണ് ഇന്ദിരാഗാന്ധി മരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ദിരാഗാന്ധി അധ്യക്ഷയായത് 1959 ഡൽഹി സ്പെഷ്യൽ സെക്ഷനിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. ഈസിയാണ്. ഇനി വളരെ കുറച്ചേ ഉള്ളൂ. 85 ബോംബെ സെക്ഷൻ. പ്രസിഡന്റിന്റെ പേര് ഇന്ദിരാഗാന്ധിയുടെ മകനായ രാജീവ് ഗാന്ധിയാണ്. ഓക്കെ, ദ പ്രസിഡന്റ് ഓഫ് കോൺഗ്രസ് ഡ്യൂറിംഗ് ദ 100th ആനിവേഴ്സറി. കോൺഗ്രസിന്റെ 100ാം വാർഷികത്തിൽ പ്രസിഡന്റായ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. ദ പ്രസിഡന്റ് ഓഫ് കോൺഗ്രസ് ഡ്യൂറിംഗ് ഇറ്റ്സ് 100th ആനിവേഴ്സറി. കോൺഗ്രസിന്റെ 100ാം വാർഷികത്തിൽ പ്രസിഡന്റായ വ്യക്തിയാണ് രാജീവ് ഗാന്ധി. 1985 ബോംബെ സമ്മേളനം, 1997 കൊൽക്കത്ത സമ്മേളനം. പ്രസിഡന്റ് സീതാറാം കേസരി, ദ ഫസ്റ്റ് പ്രസിഡന്റ് ടു ബി റിമൂവ്ഡ് ബൈ റെസല്യൂഷൻ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റാണ്. ഒരു പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് സീതാറാം കേസരിയാണ്. ഇദ്ദേഹം കോൺഗ്രസ് പ്രസിഡന്റായ വർഷം 1997 കൊൽക്കത്ത സെക്ഷനാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ 1959 ഇന്ദിരാഗാന്ധി, 85 രാജീവ് ഗാന്ധി ബോംബെ സെക്ഷൻ, 97 കൊൽക്കത്ത സീതാറാം കേസരി. അദ്ദേഹമാണ് ഒരു റെസല്യൂഷനിലൂടെ ആദ്യമായി പുറത്താക്കപ്പെടുന്നത്. 1988 കൽക്കത്ത സെക്ഷൻ സോണിയാഗാന്ധി. ഓക്കെ, 1988 വരെയായി സോണിയാഗാന്ധിയുടെ പ്രത്യേകത, ദ സെക്കൻഡ് വുമൺ ടു ബിക്കം ദ പ്രസിഡന്റ് ഓഫ് കോൺഗ്രസ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം INC പ്രസിഡന്റ് ആകുന്ന രണ്ടാമത്തെ വനിത. ഈ പ്രത്യേകത നമ്മൾ പഠിച്ചതാണ്. അടുത്ത മറ്റൊരു പ്രത്യേകത, ദ ലോങ്സ്റ്റ് സർവിംഗ് പ്രസിഡന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷത 1998 കേട്ടോ. 1998 കൊൽക്കത്ത സെക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? സോണിയാഗാന്ധി INC പ്രസിഡന്റ് ആകുന്നത്. 98 മുതൽ 2017 വരെ ആര് തന്നെയായിരുന്നു INC പ്രസിഡന്റ് എന്ന് പറയുന്നത്? സോണിയാഗാന്ധി തന്നെയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി സോണിയാഗാന്ധിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ചോദിച്ചാലും സോണിയാഗാന്ധി തന്നെ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ആരെന്ന് എടുത്ത് ചോദിച്ചാൽ മാത്രം മൗലാന അബ്ദുൽ കലാം ആസാദ്. അങ്ങനെ സ്വാതന്ത്ര്യത്തിന് മുമ്പോ പിമ്പോ എന്നും തന്നിട്ടില്ല. മൊത്തത്തിൽ ആരെന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? സോണിയാഗാന്ധി തന്നെയാണ്. 98 മുതൽ 2017 വരെ INC പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. ഓക്കെ, സോണിയാഗാന്ധി വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺഗ്രസ് ഓൺ ഇറ്റ്സ് 125th ആനിവേഴ്സറി. കോൺഗ്രസിന്റെ 125ാം വാർഷികത്തിൽ അതിന്റെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? സോണിയാഗാന്ധി എന്ന് പറയുന്നത്. സോണിയാഗാന്ധി വാസ് ദ പ്രസിഡന്റ് ഓഫ് ദ കോൺഗ്രസ് ഓൺ ഇറ്റ്സ് 125th ആനിവേഴ്സറി. 125ാം വാർഷികത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി. അപ്പോൾ 98 മുതൽ 2017 വരെ സോണിയാഗാന്ധിയാണ്. 2017 ഡൽഹി സെക്ഷൻ നമ്മുടെ രാഹുൽ ഗാന്ധി എന്താകുന്നു? INCയുടെ പ്രസിഡന്റ് ആകുന്നു. ഇനി അങ്ങോട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. രാഹുൽ ഗാന്ധി ഇലക്ടഡ് കോൺഗ്രസ് പ്രസിഡന്റ് എന്നാണ് ആയെന്ന് ചോദിച്ചാൽ 16 ഡിസംബർ 16
2017 ഡിസംബർ 16 എന്ത് ചെയ്യുന്നത്, രാഹുൽ ഗാന്ധി INCയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈസി അല്ലേ? 2022 ഡൽഹി സെക്ഷൻ അതിൻ്റെ അധ്യക്ഷയായിട്ട് വീണ്ടും ആര് വരുന്നു? സോണിയാഗാന്ധി വരുന്നു. അവർ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടാണ് വരുന്നത് 2020. 98 മുതൽ 17 വരെ രാഹുൽ ഗാന്ധി, 20 പിന്നെ വീണ്ടും ഡൽഹി സെക്ഷൻ അതിൻ്റെ അധ്യക്ഷയും സോണിയാഗാന്ധി തന്നെയാണ്. ഇനി അങ്ങോട്ട് നമ്മൾ ജസ്റ്റ് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി, അതോളം ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ INCയുടെ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അവർ ആക്ടിംഗ് ആയിരുന്നു. ശേഷം 2022 മല്ലികാർജുൻ ഖാർഗെ INC പ്രസിഡന്റ് ആകുന്നു. നിലവിൽ മല്ലികാർജുൻ ഖാർഗെയാണ് INCയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹം തോൽപ്പിച്ച വ്യക്തി ശശി തരൂറാണ്. ശശി തരൂർ കോണ്ടസ്റ്റഡ് എഗനിസ്റ്റ് മല്ലികാർജുൻ ഖാർഗെ ഇൻ 2022. മല്ലികാർജുൻ ഖാർഗെക്കെതിരെ മത്സരിച്ച വ്യക്തി, എതിരെ കണ്ടസ്റ്റ് ചെയ്ത വ്യക്തിയാണ് ശശി തരൂർ. അദ്ദേഹം പരാജയപ്പെടുത്തിക്കൊണ്ട് മല്ലികാർജുൻ ഖാർഗെ എന്താകുന്നു? INCയുടെ പ്രസിഡന്റ് ആകുന്നു. ഇത്രയുമാണ് INCയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്. നമ്മൾ INCയുമായി ബന്ധപ്പെട്ട് 1885 മുതൽ 2022 വരെയുള്ള എല്ലാ സെക്ഷനുകളും അതിനകത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ ഇവൻറ്റുകളും സംഭവങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ഈ ഒരു സെക്ഷൻ പഠിച്ചത്. നമ്മൾ ഈ 2 ക്ലാസ്സുകളുടെയും PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി.